രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ പിറവത്ത് ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. ജനപ്രിയ നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയുടെ സ്മരണകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നടന്ന അനുസ്മരണ ചടങ്ങ് ഏറെ ഹൃദ്യമായി. അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുൻ മന്ത്രി കെ.സി. ജോസഫ് നിർവഹിച്ചു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. നിരാലംബരായവർക്ക് എന്നും സഹായഹസ്തമേകുന്ന പിറവത്തെ ചാരിറ്റബിൾ സംഘടനയായ രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ ഒന്നാമത് ചരമവാർഷിക അനുസ്മരണ സദസ്സ് സംഘടിപ്പിച്ചത്. പിതാവിന്റെ സ്മരണകൾക്ക് മുൻപിൽ വിതുമ്പലോടെ ഡോക്ടർ മറിയ ഉമ്മനും എത്തിയിരുന്നു. അധികം പരിപാടികൾക്കൊന്നും അപ്പ എന്നെ അങ്ങനെ പോകാൻ പറഞ്ഞിട്ടില്ല. ശരി, പരിപാടി പോകാൻ പറഞ്ഞുകൊണ്ടാണ് ഈ വർഷവും വന്നത്. ഇപ്പോൾ ഇവിടെ വന്ന് ഞാൻ 2023 ജനുവരിയിൽ കണ്ടപ്പോഴാണ് അപ്പ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായത്. ഒരുപാട് അർഹതപ്പെട്ട ആളുകളെ, പ്രായമായ അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം, സാധനങ്ങൾ കൊടുക്കുന്നു, കിറ്റ് കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, എല്ലാം ഒരു സ്നേഹത്തിൽ പൊതിഞ്ഞു കൊടുക്കുന്ന ഒരു സംരംഭമായിരുന്നു 12 വർഷമായി നടക്കുന്നത്. എനിക്കത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരിക്കാം അപ്പ എന്നോട് ഇവിടെ വരാൻ പറഞ്ഞത്. സ്ത്രീകളും കുട്ടികളുമടക്കം ഒട്ടനവധി പേർ പങ്കെടുത്ത അനുസ്മരണ സദസ്സിന്റെ ഉദ്ഘാടനം മുൻ മന്ത്രി കെ.സി. ജോസഫ് നിർവഹിച്ചു. ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരു ജനപ്രതിനിധി കേരളത്തിന്റെ ചരിത്രത്തിൽ ഇനിയുള്ള കാലത്തുണ്ടാവുമോ എന്നുള്ളത് നിശ്ചയമൊന്നുമില്ലെന്നും ജനമനസ്സുകളിൽ നിറസാന്നിധ്യമായി പ്രിയ നേതാവ് ഉമ്മൻചാണ്ടി ഇപ്പോഴും ജീവിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഉമ്മൻചാണ്ടി അറിയപ്പെടുന്നത് കേരളത്തിന്റെ ഏറ്റവും കാരുണ്യവാനായ ഭരണാധികാരി, കേരളത്തിന്റെ ഏറ്റവും മനുഷ്യസ്നേഹിയായ ഭരണാധികാരി. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും മലയാളി സമൂഹം നിരവധി ജീവകാരുണ്യ പദ്ധതികളാണ് ഉമ്മൻചാണ്ടിയുടെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ സാമൂഹ്യം നടത്തുന്ന പദ്ധതികൾ അടക്കം. രാജീവ് ഗാന്ധി ഫോറം ചെയർമാനും മുൻ പിറവം നഗരസഭാ ചെയർമാനുമായ സാബു കെ ജേക്കബ് ചടങ്ങിൽ അധ്യക്ഷനായി. ഒരുപാട് ദുഃഖം അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്നവർക്ക് ചികിത്സാ സഹായം വാങ്ങി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ മറക്കാൻ കഴിയും? എത്രയോ സാധുക്കളായ ആളുകൾക്ക് സഹായം ചെയ്യുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യക്തിത്വം, ആ വ്യക്തിത്വത്തെ നമുക്ക് മറക്കാൻ കഴിയില്ല. നിരാലംബരായവർക്കു വേണ്ടി കേരളത്തിലെ കരുതലിന്റെ ധനമായിരുന്നു ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ചൂണ്ടിക്കാട്ടി. നാളെയുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും വഴികാട്ടിയായി, പൊതുപ്രവർത്തകർക്ക് മാർഗദീപമായി, അതിലുപരി ഒരു നല്ല മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് എല്ലാവർക്കും ഒരു തുറന്ന പുസ്തകമായി ഈ ലോകമുള്ളിടത്തോളം കാലം നമുക്ക് ഉദാഹരിക്കാൻ പറ്റുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് ഉമ്മൻചാണ്ടി സാർ. ഉമ്മൻചാണ്ടിയോടൊപ്പം പ്രൈവറ്റ് സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ച പി.എസ്. ശ്രീകുമാർ എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ച ഉമ്മൻചാണ്ടി ഒരു നിഷ്കാമ കർമ്മയോഗി എന്ന പുസ്തകത്തിന്റെ 3ാം പതിപ്പ് മുൻ കൊച്ചി മേയർ സൗമിനി ജെയിന് നൽകി കെ.സി. ജോസഫ് പ്രകാശനം ചെയ്തു. കെ.പി.സി.സി സെക്രട്ടറി അബ്ദുൾ മുത്തലിബ്, വീക്ഷണം എം.ഡി അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ്, ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ഡയറക്ടർ ജോർജ് സ്ലീബ എന്നിവർ പ്രഭാഷണം നടത്തി. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ആമ്പല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു എം തോമസ്, കളമ്പൂർ സ്വദേശി ഊട്ടയിൽ ചാത്തനാട്ട് ഡോക്ടർ സി.ടി. ചാക്കോ, സംസ്ഥാന വനിതാ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ഭാഗ്യ വിനോദ്, നീറ്റ് പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ശ്രീയ വി.എസ്, എം.ജി യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാവ് ഗോപിക ദേവി എൻ എന്നിവർക്ക് ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. നിർധനരായവർക്കുള്ള ഭക്ഷ്യധാന്യ കിറ്റിന്റെ വിതരണോദ്ഘാടനം ഡോക്ടർ മറിയ ഉമ്മൻ നിർവഹിച്ചു. അഡ്വക്കേറ്റ് റീസ് പുത്തൻവീടൻ സ്വാഗതവും തമ്പി പുതുവാക്കുന്നേൽ നന്ദിയും പറഞ്ഞു. യോഗത്തിൽ ഫ്രെഡി ജോർജ്, കെ.ജെ. ജോസഫ്, കെ.വി. മാത്യു കാരിത്തടത്തിൽ, ഡോക്ടർ എ.സി. പീറ്റർ, വി.വി. ജോസഫ്, എൻ.പി. ഏലിയസ്, ഷീല ബാബു, എം.ടി. പൗലോസ്, സണ്ണി മണപ്പാട്ട്, കൗൺസിലർമാരായ രമ വിജയൻ, മോളി ബെന്നി എന്നിവരും കുര്യൻ പുളിക്കൽ, ജോമോൻ വർഗീസ്, ടോണി ചെട്ടിയാക്കുന്നേൽ, പോൾ കൊമ്പനാൽ, ഏലിയാസ് വെട്ടുകുഴിയിൽ, രവീസ് രാമടം, വി.ടി. പ്രതാപൻ, ശിവഗിരി, മാത്യു മൈലാടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.